പോരാ, ചേച്ചിക്ക് വിശ്വാസം വരണം. അയാളുടെ 1ാം ക്ലാസ് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ മനസ്സിലാവും ചേച്ചിക്ക് നന്ദൻ എത്ര നല്ല മനുഷ്യനാണെന്ന്, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നവനാണെന്ന്. അതിന്റെ ആവശ്യമില്ല. നീ പറഞ്ഞ പോലെ അയാൾ നല്ലവനാണെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും. മറിച്ച് അയാൾ നല്ലവനല്ലെങ്കിൽ. നല്ലവനാണല്ലോ. ഓക്കെ, പക്ഷേ തിരിച്ചാണെങ്കിൽ? തിരിച്ചാണെങ്കിൽ പറയൂ. ഞാൻ തോറ്റു. ശരി, അയാളുടെ മൊബൈൽ നമ്പർ ഇങ്ങ് താ. അതെന്തിനാ? അതൊന്നും വേണ്ട. നീ നമ്പർ താ. നിനക്ക് വേണ്ടിയല്ലേ. ഞാനിപ്പോ നിന്റെ ഭാഗത്താ. ഇരി. നന്ദകിഷോർ അല്ലേ? ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ റിസൾട്ട് നിനക്ക് അനുകൂലമായിരിക്കാം, ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം. രണ്ടായാലും നിന്റെ ശബ്ദം പുറത്തു വരരുത്, ഞാൻ പറയുന്നത് വരെ. മനസ്സിലായല്ലോ? ആ, മനസ്സിലായി. മിസ് കോൾ ചെയ്തതല്ലേ, ഇപ്പൊ തിരിച്ചു വിളിക്കുന്നു കരുതിയിട്ട്. ശരി, നമുക്ക് പരീക്ഷിച്ചു നോക്കാം. ഹലോ. ഹലോ, ആരാ? അത് കൊള്ളാം. എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നിങ്ങളാരാ? എന്റെ ഫോണിൽ മിസ് കോൾ കണ്ടതുകൊണ്ടല്ലേ അങ്ങോട്ട് വിളിച്ചത്. അയ്യോ സോറി, നമ്പർ മാറിപ്പോയതാ. ഹലോ. ഹലോ, നേരത്തെ വിളിച്ച ആളാ. നിങ്ങൾ എന്തിനാ വീണ്ടും ഈ നമ്പറിലേക്ക് വിളിച്ചത്? വിളിക്കണമെന്ന് മനസ്സ് പറഞ്ഞു, അതുകൊണ്ട് വിളിച്ചതാ. എന്നാ ഇനി ഇങ്ങോട്ട് വിളിക്കരുത് പ്ലീസ്. കട്ട് ചെയ്യരുത്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നും ചോദിക്കണ്ട. മൊബൈൽ ഫോണിൽ പരിചയമില്ലാത്തവരോട് സംസാരിച്ചാൽ കുഴപ്പമാവും. അങ്ങനെ കുഴപ്പത്തിൽ ചാടിക്കുന്ന ആൾക്കാരുണ്ടാകും, പക്ഷെ എന്നെ അങ്ങനെ കാണരുത്. എല്ലാ ആൾക്കാരും ആദ്യം അങ്ങനെയൊക്കെ പറയും. ആ വാക്കിൽ പല പെൺകുട്ടികളും മയങ്ങി വീഴും. നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാം. ഞാൻ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാ. ഒരിക്കലും എന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളുടെ പേരെന്താ? ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചത്. ആദ്യം നിങ്ങളുടെ പേര് പറ. കുഴപ്പമാവോ? ഇല്ലടി പൊന്നെ. എന്റെ പേര് ഷാഹിന. ഓ മൈ ഗോഡ്. എന്താ? എന്തു പറ്റി? അല്ല, നമ്മുടെ പേര് തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. അതെങ്ങനെ? എന്റെ പേര് ഷാനവാസ് എന്നാ. ഷാഹിന, ഷാനവാസ്. എങ്ങനെയുണ്ട്? ബന്ധല്ലേ? ഓ, അതാണോ വലിയ ബന്ധം? ശരിക്കും പറഞ്ഞാ അത് മാത്രമല്ല ബന്ധം. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, ഷാഹിന എന്നായിരുന്നു അവളുടെ പേര്. ഒരു ആക്സിഡന്റിൽ അവള് മരിച്ചുപോയി. ഹോ, കഷ്ടായിപ്പോയി. സങ്കടം തോന്നുന്നു. സാരമില്ല. അതിനു പകരം അവളെ എന്നും ഓർക്കാൻ എനിക്ക് മറ്റൊരു ഷാഹിനയെ കിട്ടിയല്ലോ. അറിയാതെയാണെങ്കിലും നിങ്ങളുടെ ഒരു മിസ് കോൾ എന്റെ ഫോണിലേക്ക് വന്ന എത്ര നന്നായി. നിങ്ങളുടെ വീടെവിടെയാ? സാഗരപുരം. അതെവിടെയാ? കണ്ണൂർ ജില്ലയിലാ. ജോലി എന്താ? ഗൾഫിലാ. ഇപ്പൊ ലീവിന് വന്നതാ. 2 ദിവസമായി നാട്ടിലെത്തിയിട്ട്. ഇനിയൊരു മാസം കഴിയുമ്പോ തിരിച്ചു പോകും. വീട്ടിൽ ആരൊക്കെയുണ്ട്? ബാപ്പ, ഉമ്മ, 2 അനിയന്മാർ, പിന്നൊരു പെങ്ങളും. ഓക്കെ, ഞാനൊന്ന് കട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. വിളിക്കോ? ഓ, വിളിക്കാം. എടി,
ഞാൻ നിന്റെ ഫോണിൽ നിന്ന് അവന് മിസ് കോൾ ഇട്ടിട്ടുണ്ട്. അവൻ ഇപ്പൊ വിളിക്കും. സൂക്ഷിച്ച് സംസാരിച്ചു. എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നു. ഭയങ്കര ബിസിയാണല്ലോ. ആരോടാ ഇത്ര നേരം സംസാരിച്ചത്? എൻ്റെ കമ്പനി മാനേജരാ. അയാൾ വിളിച്ചാൽ ഒന്ന് കട്ട് ചെയ്തിട്ടാൻ പാടാ. കമ്പനിയുടെ 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടാവും. എന്നെ അത്രയ്ക്ക് വിശ്വാസാ കക്ഷിക്ക്. അല്ല, ഞാൻ കരുതി നിങ്ങൾക്ക് വേറെ വല്ല ലൈനും ഉണ്ടായിരിക്കും. തമാശയ്ക്ക് പോലും നീ എന്നോട് അങ്ങനെ ഒന്നും സംസാരിക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി നീയാ. മരണം വരെ എനിക്കത് മതി. എനിക്ക് ഒത്തിരി സന്തോഷായി. ഇപ്പോഴാണ് നിങ്ങളുടെ സ്നേഹം എനിക്ക് ശരിക്കും മനസ്സിലായത്. സോറി ട്ടോ മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആ മാനേജർ വിളിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ. പിന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നു കരുതിയില്ല. ഞാൻ കട്ട് ചെയ്തപ്പോഴേക്ക് വേറെ ആരോടാ സൊള്ളാൻ പോയത്? ഏതെങ്കിലും ലൈൻ ഉണ്ടോ? ഹേ, നിങ്ങൾ എന്നെ അങ്ങനെയാ കണ്ടത്? ഹോസ്പിറ്റലിൽ നിന്ന് അമ്മാവൻ വിളിച്ചതാ. അമ്മാവന്റെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. ചെറിയൊരു ഓപ്പറേഷൻ. എന്റെ രക്തം വേണം, അതിന് വിളിച്ചതാ. സോറി ട്ടോ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഹേയ്, അത് സാരില്ല. ഷാഹിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് ഇത്രയും നേരം സംസാരിക്കുന്നത് എന്തോ ഒരു വല്ലാത്ത ആത്മബന്ധം പോലെ. ഒരുപക്ഷെ മരിച്ച പെങ്ങളുടെ ശബ്ദം കേട്ടതുകൊണ്ടായിരിക്കാം. ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? ഏ ഈ വിളി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന എന്റെ അഭിപ്രായം. ഒരിക്കലുമില്ല. അയ്യോ, ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ.